അതിലെ ഒരു സ്ത്രീ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് എത്രയോ സമയം അവസരങ്ങൾ ഇല്ലാതായി പോവുകയും അല്ലെങ്കിൽ അത്രയും മെറിറ്റുള്ള ഒരാളായിട്ട് പോലും എത്രത്തോളം ആ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നൊക്കെ മലയാളികൾ കണ്ടതാണ്. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് നടക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് പിന്നെ ഉള്ളൊഴുക്ക് വരുന്നത്. പാർവതി എത്രയോ കാലത്തിന് ശേഷം, പാർവതിയെ പോലെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു അഭിനേത്രി, പാർവതി നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു അഭിനേത്രി. നമുക്കറിയാം, ഉള്ളൊഴുക്ക് കാണുമ്പോഴും നമ്മൾ ഉർവശി ചേച്ചി അവർ ഗ്രീൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഉർവശി ചേച്ചിയുടെ കഥാപാത്രം അത്ര മികവുള്ളതാകുമ്പോഴും ഉർവശി ചേച്ചിക്ക് പാർവതിയുടെ കഥാപാത്രത്തിൽ കൂടിയാണ് സിനിമ പോകുന്നത്. അപ്പം അങ്ങനെ ആ സിനിമ പോകുന്ന ഇടത്ത് ഉർവശി ചേച്ചി പലപ്പോഴും നിലാവിൻ്റെ ശോഭയിലേക്ക് എത്തപ്പെട്ടത് പാർവതിയുടെ പെർഫോമൻസിലാണ്. ചില സീനുകൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ എല്ലായിടത്തും ഉർവശി ചേച്ചിയുടെ കഥാപാത്രം അല്ല സൂര്യൻ. അപ്പോൾ നിലാവിൻ്റെ ശോഭയിലേക്ക് ചേച്ചിയുടെ കഥാപാത്രം എത്തുന്ന പാർവതിയുടെ കഴിവിലാണ്, അല്ല പാർവതിയുടെ അഭിനയ മികവിലാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർവതി ഈ ബോൾഡായി നിൽക്കുന്നത് കൊണ്ട് മാത്രം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ പാർവതി മിണ്ടാതിരുന്നെങ്കിൽ ഇത്തരം സാമൂഹ്യ ഇടങ്ങൾ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇത്തരം സാമൂഹ്യ ഇടങ്ങളിലെക്കുറിച്ച് ഇത്ര ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവാതിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നമ്പർ ഓഫ് ഫിലിംസും ഇതിൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളും പാർവതി ചെയ്തേനെ. അങ്ങനെ പാർവതി ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന പോലെ നയൻതാര അല്ലെങ്കിൽ മറ്റാരെങ്കിലും XY എന്ന് പറയുന്ന പോലെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് പാർവതിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന സിനിമയുടെ ഇടങ്ങളിലേക്ക് പാർവതിക്ക് എത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ പാർവതി ശബ്ദിച്ചതല്ലേ കുഴപ്പം? ഇത് അഡ്വാൻസ് ആയിട്ട് തിരിച്ചറിയുന്ന പലരും മിണ്ടാതിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചർച്ചയുടെ ആ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ആണും പെണ്ണും. ഇപ്പം ആസിഫ് അലി സ്വന്തമായി വെട്ടിക്കയറി വന്നു എന്ന് പറയുമ്പോഴും ആ വെട്ടിക്കയറി വന്ന ഒരു കസേര എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്നിടം വരെ സ്ട്രഗിളാണ്. ഈ സ്ട്രഗിള് സിനിമ എന്ന് പറയുന്ന ഇടം വിധേയത്വത്തിൻ്റെതാണ്. കാരണം ഒരു സിനിമ പോളിസി ഇല്ല, ഒരു സിനിമ നയമില്ല, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് ഉള്ളത് വേണ്ടെങ്കിൽ പോലും ഒരു ഇൻഡസ്ട്രിയുടെ പരിരക്ഷകൾ ഉണ്ടാകുന്ന ഒരു നിയമ പരിപാടികൾ സിനിമയ്ക്കില്ല. സിനിമ ഒരു വ്യവസായ മേഖലയാണ്. മറ്റേതൊരു വ്യവസായ മേഖലയും പോലെ സിനിമ ഒരു വ്യവസായ മേഖലയാണ്. ആ വ്യവസായ മേഖലയ്ക്ക് തൊഴിലാളികളുടെ തൊഴിൽ നിയമങ്ങൾ അനുസരിക്കപ്പെടുന്ന ഒരു വ്യവസായ മേഖലയുടെ മട്ടിലേക്കും സിനിമയെ കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്.